പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുന്നതിനുള്ള മികച്ച മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖല തിരഞ്ഞെടുക്കാൻ രക്ഷകർത്താക്കൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കുട്ടികളുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ മേഖലയിൽ അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. വിദ്യാർത്ഥികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വിമർശിക്കുന്നതും ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി രക്ഷിതാക്കളോട് നിർദ്ദേശിച്ചു. पेरेंट्स का आग्रह रहता है, लेकिन न हो तो पेरेंट्स हर्ट हो जाते हैं. ऐसा नहीं है, वो अपेक्षा रहती है उनकी कि भाई मेरा बच्चा ऐसा बने, मेरा बच्चा ऐसा करे. और उसका एक कारण होता है, उनके अपने विचार नहीं होते. औरों के बच्चों को देखते हैं ना, तो उनको खुद का ईगो हर्ट होता है कि ये उसकी मौसी का लड़का तो इतना कर लिया, ये मेरा नहीं कर रहा है. तो उनका जो सोशल स्टेटस है वो उनके लिए रुकावट बन जाता है. तो मेरी तो माता पिता को एडवाइस है कि कृपा करके आपके बच्चे को आप मॉडल के रूप में हर जगह पे खड़ा मत कर दो. സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരാകണം. ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. കുടുംബം സർവകലാശാലയ്ക്ക് തുല്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുസ്തകങ്ങളിൽ മാത്രം മുഴുകിയാൽ വിദ്യാർത്ഥികൾക്ക് വളർച്ച സാധ്യമാകില്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തിയാൽ പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പരീക്ഷകൾ മാത്രമാണ് എല്ലാമെന്ന മനോഭാവത്തിൽ ജീവിക്കരുതെന്നും പല മാർഗങ്ങളിലൂടെയും അറിവ് നേടാൻ പ്രാപ്തരാകണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. 8 എപ്പിസോഡുകളായാണ് പരീക്ഷാ പേ ചർച്ച 2025 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ന് നടന്ന ആദ്യ എപ്പിസോഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികളുമായി സംവദിച്ചത്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 36 വിദ്യാർത്ഥികളെയാണ് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നതിനായി തിരഞ്ഞെടുത്തത്. ഇനി വരുന്ന 7 എപ്പിസോഡുകളിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അവരുടെ അനുഭവങ്ങളും അറിവുകളും വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കും. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ ഉൾപ്പെടെ 5 കോടിയിലധികം പേരാണ് പരിപാടിയുടെ ഭാഗമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.